സുപ്രഭാതം ദിനപത്രം ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ക്ഷണിച്ചുവെങ്കിലും അവസാന നിമിഷം ക്യാൻസലായി. രമേശ് ചെന്നിത്തലയ്ക്കും പി.എക്കും ടിക്കറ്റും വിസയും എടുത്തു നൽകിയെങ്കിലും അദ്ദേഹവും വരാൻ പറ്റില്ലെന്ന് അറിയിച്ചു. ഇതോടെയാണ് കെ മുരളീധരനെ രഹസ്യമായി UAE-യിലെത്തിച്ചത്. എന്നാൽ അവിടെയും നാടകീയ സംഭവങ്ങളുണ്ടായതോടെ മുരളീധരന് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനായില്ലെന്ന് സംഘടക സമിതി കൺവീനർ അബ്ദുറഹ്മാൻ വ്യക്തമാക്കുന്നു. എനിക്ക് കോൺഗ്രസിന്റെ സീനിയർ നേതാക്കന്മാർ ആരെങ്കിലും അനുമതി നൽകുകയാണെങ്കിൽ ഞാൻ പരിപാടി പങ്കെടുത്തോളാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. നിങ്ങൾ ടിക്കറ്റും വിസ എടുത്തിട്ട് വന്നാൽ ഞാൻ വേറൊരു പരിപാടി ഏറ്റിട്ടില്ല. നിങ്ങൾ KC വേണുഗോപാലായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കൊരു പെർമിഷൻ വാങ്ങി തന്നാൽ മതി. അപ്പോൾ ഓക്കെ, ഞങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അദ്ദേഹത്തിന്റെ മറുപടി ഒരു അനുകൂലമല്ല എന്നുള്ളതാണ്. ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ, നിങ്ങൾ തിരിച്ചു വിളിക്കണം, നിങ്ങളുടെ വിളി ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണമെന്ന് നമ്മളെ ഭാഗത്തുനിന്ന് സംസാരിച്ച ആളും പറഞ്ഞു. പക്ഷേ പരിപാടി തീരുന്നവരെ തിരിച്ചു വിളി ഉണ്ടായതില്ല. അതുകൊണ്ട് പിന്നെ മുരളീധരൻ സാറ് ആ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായില്ല. സ്വാദിഖ് അലി തങ്ങളുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും ഡേറ്റ് ലഭിച്ച ശേഷമാണ് മറ്റുള്ളവരെ ക്ഷണിച്ചത്. എന്നാൽ ഇരുവരും ബഹിഷ്കരിച്ചത് വേദനയുണ്ടാക്കി. ഞങ്ങൾക്കതിൽ സങ്കടമുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങള് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധം ഉണ്ടായിരുന്ന രീതിയിലോ അതല്ലെങ്കിൽ പിന്നെ ഭരണപക്ഷം പ്രതിപക്ഷം എന്നുള്ള വ്യത്യസ്തമൊന്നും കാണിക്കുന്നില്ല ഇത്. ഈ ബഹിഷ്കരണം ഇവിടെ നടക്കുമ്പോൾ അതേ സമയത്ത് തന്നെ UAE-യിലുള്ള ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന KMCC പോലുള്ള സംഘടന പോലും ബഹിഷ്കരിക്കുന്നു എന്നുള്ളൊരു ആഹ്വാനം അതിന്റെ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച ഒരു വേദനാജനകമായ ഒരു വാർത്തയായിരുന്നു. അതൊക്കെ ലീഗ് സമസ്ത തർക്കത്തിൽ ഇതുവരെ കോൺഗ്രസ് കക്ഷി ചേർന്നിരുന്നില്ല. സുപ്രഭാതം ഉദ്ഘാടനം ലീഗിനൊപ്പം കോൺഗ്രസും ബഹിഷ്കരിച്ചത് പരിപാടിക്കെത്തിയ മന്ത്രി മുഹമ്മദ് റിയാസിന് രാഷ്ട്രീയ അവസരം ഒരുക്കുകയും ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.